തിരുവനന്തപുരത്തുകാരി ഒരു നടി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അവർ വിളിക്കുന്നത് സുചിത്ര എന്നാണ്. നല്ല ഗ്ലാമറുള്ള, നല്ല കണ്ണുകളുള്ള നല്ലൊരു നടിയാണ്. ഏറ്റവും വലിയ ഹിറ്റ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 20 മദ്രാസ് മെയിൽ. പാൽക്കുളങ്ങരയിലാണ് സുചിത്രയുടെ വീട്. അച്ഛൻ്റെ പേര് കരുണാകരൻ, അമ്മയുടെ പേര് ഉഷ. ആദ്യ ചിത്രം ആരവം, നെടുമുടിമണിയൻ്റെ ആരവം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടിമ കച്ചവടം വന്നു. അപ്പോഴൊന്നും നമ്മൾ സുചിത്രനെ മനസ്സിലാക്കിയില്ല, സുചിത്രനെ ആരും അറിഞ്ഞു തന്നെ ഇല്ല. അതുപോലെ തന്നെ ആമ്പൽപ്പൂ വന്നു, ഊതിക്കാച്ചിയ പൊന്നു വന്നു. അത് കഴിഞ്ഞിട്ട് നമ്പർ 20 മദ്രാസ് മെയിൽ വന്നതോട് കൂടിയിട്ടാണ് ഈ സുന്ദരിനെ എല്ലാവരും കണ്ടത്. ഇത്രയും നല്ലൊരു സുന്ദരി എവിടെയാണെന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇത്രയും പടങ്ങളിൽ അഭിനയിച്ച കാര്യം ആർക്കും അറിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ നമ്മുടെ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗോപുരവാസലിൽ എന്ന് പറഞ്ഞിട്ടൊരു പടത്തിൽ നമ്മുടെ സുചിത്ര അഭിനയിച്ചിട്ടുണ്ട്. അത് പ്രിയദർശനാണ് സംവിധാനം ചെയ്തത്. അത് നമ്മുടെ ഒരു മലയാള പടത്തിൻ്റെ റീമേക്കായിരുന്നു. ആ പടത്തിൽ ശരിക്കും പറഞ്ഞാൽ സുചിത്രയുടെ ആകെ ഗ്ലാമർസി വേഷം ഉണ്ടെങ്കിൽ ആ ഒരു പടത്തിൽ മാത്രമുള്ളൂ. അത് വളരെ ഒരു മഴ നനഞ്ഞുകൊണ്ട് ഒരു ഭയങ്കര ഒരു സീനുണ്ട്. അതിൽ കുറേ സീൻസുകളുണ്ട്. അതിൽ മാത്രമേ സുചിത്ര സ്വല്പം വളരെ സെക്സി ആയിട്ട് അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം, ആ പടം സൂപ്പർ ഹിറ്റാണ്. തമിഴ്നാട്ടിലും സൂപ്പർ ഹിറ്റ്, മലയാളത്തിലും സൂപ്പർ ഹിറ്റ്. അങ്ങനെ പിന്നെ മലയാളത്തിൽ ഒരു നല്ലൊരു നടിയാവാനുള്ള ഒരു വലിയൊരു കഴിവുള്ളൊരു നടിയാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഒരു ടൈപ്പ് വേഷങ്ങളിൽ ജഗദീഷിൻ്റെ നായികയായി, സിദ്ദിഖിൻ്റെ നായികയായി, അങ്ങനെ കുറേ ടൈപ്പ് ഫോട്ടോസ്റ്റാറ്റ് ടൈപ്പ് കഥാപാത്രങ്ങളായിട്ട് ഇവൻ്റെ അവിടെ ഒതുങ്ങി കൂടെ ഉണ്ടായത്. നല്ല നല്ല കഥകളൊന്നും കിട്ടിയില്ല, നല്ല നല്ല സിനിമകളും കിട്ടിയില്ല, നല്ല നല്ല കഥകളും കഥാപാത്രങ്ങളും കിട്ടാത്തത് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുചിത്രയ്ക്കും മടുത്തു സിനിമ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ വിദേശത്തെ വലിയൊരു ബിസിനസ്സുമാനാണ് കല്യാണം കഴിച്ചത്. ഇപ്പോൾ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് വിദേശത്ത് സുന്ദരമായിട്ട് ജീവിക്കുന്നു. വല്ലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വല്ലപ്പോഴൊക്കെ ഫോട്ടോസും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോസുകളും സെൽഫി ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അത്രമാത്രം. സിനിമയിലേക്ക് ഇനി തിരിച്ചു വരവ് സുചിത്രയ്ക്ക് ഇല്ല. അത്രയും നല്ലൊരു ജീവിതമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതും കൊണ്ടങ്ങനെ ജീവിക്കല്ല നല്ലത്. നല്ല സമയത്ത് നല്ല കഥാപാത്രങ്ങൾ, നല്ല കഴിവുള്ള നടികൾക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടാണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് വിട വാങ്ങി പോയിട്ടുണ്ട്, സിനിമയെ വേണ്ടാന്ന് പറഞ്ഞിട്ട്. ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് സുചിത്ര.